1986 ഫെബ്രുവരി 8 മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, അതായത് നമ്മുടെ പുനരൈക്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു തീയതിയാണ്. കാരണം അന്നാണ് മഹാതീർത്ഥാടകനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയം സന്ദർശിച്ചത്. പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം അവിസ്മരണീയമായ ഒരനുഭവമാണ്. പിതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ദേവാലയത്തിൻ്റെ ഉള്ളിലും അങ്കണത്തിലും വന്നുകൂടിയ ജനസഞ്ചയത്തിൻ്റെ നടുവിലൂടെ പരിശുദ്ധ പിതാവ് പോപ്പ് മൊബൈലിൽ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിച്ചേർന്നു. സത്യത്തിൽ സ്വീകരിക്കുവാൻ നിന്ന ഞങ്ങളെല്ലാവരും മഹാപ്രകാശത്തിൽ ഒരു നിമിഷം അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. പറയും പോലെ ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ പതിച്ചാൽ എന്നവണ്ണം ഉള്ള വിശുദ്ധിയുടെ വലിയ ഒരു തേജസ്സിൻ്റെ സമാഗമം ആയിരുന്നു അത്. പോപ്പ് മൊബൈലിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പിതാവ് ആദ്യം നോക്കിയത് ദേവാലയത്തിൻ്റെ മുഖപ്പിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള ആ ദേവാലയത്തിൻ്റെ ഗാംഭീര്യമാണ്. രണ്ടാമത് പിതാവ് നോക്കിയത് പശ്ചിമാമ്പരത്തിൽ ചാഞ്ഞു തുടങ്ങിയ ശ്യാമസൂര്യൻ്റെ ചാരുതയാർന്ന ആ പ്രകൃതി രമണീയതയിലേക്കാണ്. പിതാവ് ഹൃദയത്തിൽ ഒപ്പി എടുത്തതുപോലെ തോന്നി. ഇതാണ് ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പടി കടന്ന് പ്രധാന കവാടത്തിൽ സ്വീകരിക്കുവാനെത്തിയ ഞങ്ങളുടെ പക്കലേക്ക് വന്നത്. പിതാവിനെ ഹാരമണിയിച്ച് കത്തുന്ന മെഴുകുതിരി കൊടുത്ത് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കുവാനുള്ള ആ അവസരം ഒരിക്കലും മറക്കാനാവാത്തതാണ്. പിതാവ് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ വളരെ ഉച്ചസ്വരത്തിൽ വിവായിൽ പാപ്പ വിവായിൽ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് ആശംസകൾ, അഭിവാദനങ്ങൾ അർപ്പിക്കുകയായിരുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നവർ. എല്ലാവർക്കും പിതാവിനെ ഒന്ന് തൊടണം. നടുവിലൂടെയുള്ള വഴിയിൽ രണ്ട് സൈഡിലേക്കും തിരിഞ്ഞാശീർവദിക്കുക മാത്രമല്ല, സാധ്യമായ എല്ലാവർക്കും കരം കൊടുത്തുകൊണ്ടാണ് പിതാവ് മദ്ബഹായിലേക്ക് കടന്നു വന്നത്. പിതാവിന് ഒരുക്കിയ ആ സ്ഥലത്ത് മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയുമാണ് ആദ്യം ചെയ്തത്. പിതാവ് മുട്ടുകുത്തിയ നിമിഷം സ്വിച്ച് ഇട്ട എന്നതുപോലെ ദേവാലയത്തിൻ്റെ ഉൾവശം വിവായിൽ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ജനം കംപ്ലീറ്റ് നിശബ്ദതയിൽ ആണ്ടു. പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ പിതാവിനുണ്ടായിരുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് 15 മിനിറ്റാണ്. എന്നാൽ പിതാവ് 13 മിനിറ്റും പ്രാർത്ഥനയിൽ നിമഗ്നനായി നിന്നപ്പോൾ അവിടെ മദ്ബഹായിലുള്ള പിതാക്കന്മാർ സെക്രട്ടറി അച്ഛനോട് ചോദിച്ചു, പിതാവിനെ പ്രാർത്ഥനയിൽ നിന്ന് വിളിച്ചുണർത്തട്ടെ, കാരണം സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നുവല്ലോ. സെക്രട്ടറി പറഞ്ഞു, ആരും വിളിക്കരുത്. പിതാവിൻ്റെ രീതി അതാണ്. പ്രാർത്ഥന കഴിഞ്ഞ് താനെ എഴുന്നേൽക്കണം. ഇത്രമാത്രം ആഴമായി പ്രാർത്ഥനയിൽ നിമഗ്നമായി കണ്ടിട്ടുള്ളത് മദർ തെരേസയെയും മാർ ഇവാനിയോസ് പിതാവിനെയും ആണ്. എത്ര അഗാധമായ പ്രാർത്ഥന! പിതാവ് തനിയെ പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേറ്റു. 18 മിനിറ്റ് നീണ്ടു നിന്ന
ഒരു പ്രസംഗമാണ് അന്നവിടെ ചെയ്തത്. അതിൻ്റെ കണ്ടന്റ് മലങ്കര കത്തോലിക്ക സഭയ്ക്ക്, പുനരീക്ക പ്രസ്ഥാനത്തിന്, ആഗോള സഭയിലുള്ള വലിയ ശ്രേഷ്ഠതയും അംഗീകാരവുമാണ്. കൂട്ടത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, എനിക്കതിയായ ആഗ്രഹമുണ്ട് മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിടം കണ്ട് പ്രാർത്ഥിക്കുവാൻ. പക്ഷേ അന്നത്തെ ജാഗ്രതയേറിയ സെക്യൂരിറ്റി അതിനുള്ള അനുവാദം നൽകിയിരുന്നില്ല. പിതാവിൻ്റെ ആ ആഗ്രഹം അതുകൊണ്ട് അവിടെ സഫലീകൃതമായില്ല. പിതാവിൻ്റെ സന്ദർശനം, ആ ഹൃദയത്തിലെ സ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ ആ അഗ്നി, മുഖവലയത്തിലെ ആ വിശുദ്ധിയുടെ അടയാളം, ഇതെല്ലാം വാക്കുകളിൽ പറഞ്ഞറിയിക്കുവാനായി പ്രയാസമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പിതാവിൻ്റെ ആശീർവാദത്തോടുകൂടി സന്ദർശനം അവിടെ സമാപിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ സ്വാഗത പ്രസംഗവും നന്ദിയുടെ പ്രകാശനവും എല്ലാം ഉണ്ടായിരുന്നു. ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം, ഇതെല്ലാം ക്രമീകരിച്ച വികാരി എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരനുഭവമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഒരു രാഷ്ട്രത്തലവന്മാർക്കും കൊടുക്കാത്തത്ര വലിയ സെക്യൂരിറ്റിയാണ് മാർപ്പാപ്പായ്ക്ക് ഒരുക്കിയത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൈനംദിനമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നത്. 500 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി 6 മാസം മുമ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈപുല്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടു. അതായത് പരിശുദ്ധ പിതാവിനെ തിരുവനന്തപുരത്ത് കാല് കുത്തിക്കുകയില്ല എന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ തീരുമാനിക്കുകയും സംരംഭങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ ഒരു സന്നിഗ്ധ അവസ്ഥ, ഒരുക്കങ്ങൾക്കൊരു മാന്ദ്യം സംഭവിക്കുവാനിടയായി. ആ സമയം ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് റോമിലൊരു സിനഡിലായിരുന്നു. ഈ പ്രശ്നം അറിഞ്ഞ ഉടൻ തന്നെ പിതാവ് ട്രിവാൻഡ്രത്ത് വന്നു. തിരുവനന്തപുരം എയറോഡ്രോമിൽ നിന്ന് പിതാവ് ഹൈന്ദവ നേതാക്കന്മാരെയും ആശ്രമ ശ്രേഷ്ഠരെയും കാണുവാനാണ് പോയത്. ആ വന്നിറങ്ങിയ ദിവസം തന്നെ കാർമേഘം പോലെ ഉരുണ്ടുകൂടിയ ആ പ്രശ്നങ്ങളെല്ലാം തീരുകയാണ് ചെയ്തത്. ഇത് വലിയ ഒരനുഭവമായിരുന്നു. പുണ്യശ്ലോകനായ മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ആ വ്യക്തിപ്രാഭവം എന്താണെന്ന് കണ്ടറിഞ്ഞ ഒരു അനുഭവം കൂടിയായിരുന്നു ഇത് എന്ന് സന്ദർഭവശാൽ എടുത്തു പറയുകയാണ്. സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളും, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ടെലിഫോൺ, ഗതാഗത വകുപ്പ്, ഇൻ്റലിജൻസ് എന്നുവേണ്ട സമസ്ത ഓഫീസുകളും വലിയ ജാഗ്രതയോടും കരുതലോടും കൂടി പരിശുദ്ധ പിതാവ് വരുന്നതിനടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആർമിയുടെ സഹായവും നമുക്ക് ലഭിച്ചിരുന്നു. അവരാണ് വലിയ ജനറേറ്റർ കൊണ്ടുവന്നതും അതുപോലെ വാട്ടർ സപ്ലൈ നടത്തിയതും. ഏകോപിച്ചുള്ള വലിയ സഹകരണത്തിൻ്റെ, വലിയ കരുതലിൻ്റെ, വലിയ ജാഗ്രതയുടെ, ഏവരുടെയും ഹൃദയത്തിൽ ഉണർന്ന ആ ഐക്യതയുടെ ആത്മാവ് കൊണ്ടാണ് ദർശനം വിജയപ്രദമായത്. പോസ്റ്റ് സർക്യൂട്ട് TV വഴി അങ്കണത്തിലുള്ള എല്ലാവരെയും ദേവാലയത്തിനുള്ളിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ആ ഇൻസ്റ്റലേഷൻ നടത്തിയത്
ബാംഗ്ലൂരിൽ നിന്നും വന്ന ഒരു കൂട്ടം എൻജിനീയേഴ്സാണ്. അവർ പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് അത് സൗജന്യമായിട്ടാണ് ചെയ്തു തന്നത്. ആ കാലത്ത് ആ സംവിധാനം കേരളത്തിൽ ആരംഭിച്ചിരുന്നില്ല. ഇങ്ങനെ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം മനസ്സിൽ നിന്നോ നമ്മുടെ സഭാ ചരിത്രത്തിൽ നിന്നോ ഒരിക്കലും മാഞ്ഞു പോകുവാൻ ഇടയില്ലാത്ത ഒരനുഭവമാണ്. കാരണം അതിനു മുമ്പോ അതിന് പിന്നീട് ഈ 38 വർഷമോ അതുപോലെ ഒരു പേപ്പൽ വിസിറ്റ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ലോകരാജ്യങ്ങളെ 2 പ്രാവശ്യം വീതം വലയം ചെയ്ത മഹാതീർത്ഥാടകനായ പരിശുദ്ധ പിതാവിൻ്റെ ആ സന്ദർശനത്തിൻ്റെ സ്മരണ നാം നമ്മുടെ പുനരൈക്യ പ്രസ്ഥാനത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുകയും പുനരൈക്യ പ്രസ്ഥാനത്തിന് കൈവന്നിട്ടുള്ള ആ മഹാശ്രേഷ്ഠത നമ്മുടെ ഹൃദയത്തിൽ പുലർത്തുകയും അതനുസരിച്ച് ഈ സഭയെ സ്നേഹിക്കുവാനും ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഇത്തരുണത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു ഭാരത സന്ദർശനത്തെപ്പറ്റി ചിന്തിക്കുന്നത് അവസരോചിതമായിരിക്കും. പിതാവ് ഡൽഹിയിൽ വരുവാനായി തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ അക്രൈസ്തവരായ പല മതാനുയായികളും അവരുടെ നേതാക്കന്മാരും പരിശുദ്ധ പിതാവിൻ്റെ ഭാരത സന്ദർശനത്തെ എതിർത്തിരുന്നു. പിതാവിനെ ഡൽഹിയിൽ കൊണ്ടുവരുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ പല നടപടിക്രമങ്ങളിലേക്കും മാറി. ഇതറിഞ്ഞ പരിശുദ്ധ പിതാവ് അവരുടെ ഈ എതിർപ്പിനെ മറികടക്കുവാൻ ഉപയോഗിച്ച മാർഗം വളരെ സ്മരണീയമാണ്. ഇതറിഞ്ഞ പരിശുദ്ധ പിതാവ് ചെയ്തത്, ഡൽഹിയിൽ പിതാവ് എത്തുമ്പോൾ ആദ്യത്തെ പരിപാടി ഒരു മത സൗഹാർദ്ദ സമ്മേളനമായിരിക്കുമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ മത നേതാക്കന്മാരെയും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവരുടെ എതിർപ്പ് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ പോലെ സൂര്യോദയത്തിൽ അങ്ങ് ലയിച്ച് പോയി എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ പിതാവ് ഡൽഹിയിലെത്തിയപ്പോൾ മതസമ്മേളനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ 2 മതങ്ങളിലെ ലീഡേഴ്സിൻ്റെ കരങ്ങൾ തൻ്റെ ഇരുകരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഉയർത്തുകയും ബാക്കി മത നേതാക്കന്മാരെല്ലാം സമീപത്ത് നിർത്തുകയുമാണ് ചെയ്തത്. പരിശുദ്ധ പിതാവ് അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ മുഖ്യമായ ചിന്താധാര എല്ലാ മതങ്ങളും ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി വളരണം എന്നുള്ളതാണ്. അവിടെ സമ്മേളിച്ചവരെല്ലാം ഈ പ്രഖ്യാപനത്തിൽ അത്ഭുതപരതന്ത്രരായിപ്പോയി എന്നാണ് പറയുക. എന്നിട്ട് ഓരോ മതങ്ങളും അവരുടെ ധർമ്മം, അവരുടെ സംസ്കൃതി അതത്രയും ഉയർത്തിപ്പിടിക്കുകയും അവ സമന്വയിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യം പുരോഗമിക്കണം എന്നുള്ള നാനാത്വത്തിലെ ഏകത്വമെന്നുള്ള ഭാരതീയ സങ്കല്പത്തെ ഊന്നി പറയുകയുണ്ടായി. നാം അതിനെല്ലാം ഒരു നാളിൽ സാക്ഷികളായവരാണ്. അതുകൊണ്ട് ഈ ചെറിയ സ്മരണ കൂടി ഉൾച്ചേർത്ത് ഇവിടെ ഉപസംഹരിക്കുന്നു.